വൈറൽ ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനലിൽ ഈ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഷെയർ ചെയ്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറലായ ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് തരുന്ന ബ്യൂട്ടി ടിപ്സ് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഇടലാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയ റിസൾട്ടും നെഗറ്റീവായ റിസൾട്ടും നമ്മളിതിൽ ജെന്യുവനായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടി ടിപ്പ് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൽ ജെന്യുവനായിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അവർ. അപ്പോൾ ഞാനിവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ ചാനൽ അൺസബ് ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സപ്പോർട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ സപ്പോർട്ട് അവർക്ക് തുടർന്നും കൊടുക്കണം. കാരണം എല്ലാ പാക്കും എല്ലാവർക്കും എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ വെച്ചിട്ട് ചിലപ്പോൾ ചില പാക്കുകൾ എഫക്റ്റീവ് ആവില്ല. ചിലപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടില്ല, ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടാം. ഞാൻ യൂസ് ചെയ്യുന്ന ആ പാക്ക് നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ ചാനലൊന്ന് അൺസബ് ചെയ്യാതിരിക്കുക. ആ ചാനൽ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് ഹോം റെമഡീസ് മലയാളം എന്ന ഈ ചാനലിലെ ഒരു ബ്യൂട്ടി ടിപ്പാണ്. അപ്പോൾ ഒരുപാട് പേര് കണ്ട് വൈറലായ ഒരു ബ്യൂട്ടി ടിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് കിട്ടുന്നുണ്ട്. ആ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ അവരോട് പെട്ടെന്ന് നിറം വെച്ച് തിളങ്ങാൻ എന്ന് പറഞ്ഞ് തന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. ഈ ഒരു ബ്യൂട്ടി ടിപ്പിന് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് 3 നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്നതാണ്. ആദ്യത്തെ ഐറ്റമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ആദ്യം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ അടിയിൽ അടിഞ്ഞ് കിടക്കുന്ന ഈ ഒരു ഒരു സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഐറ്റമാണ് മെയിനായിട്ട് വേണ്ടത്. ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കി ആ തരി മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ആ ഒരു തരിയിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ആ ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ കഴുത്തിലും മുഖത്തും മാത്രമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേനാണ്. 1 ടീസ്പൂണോളം തേൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് പാക്കിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്ക് നമുക്ക് ഏകദേശം 2-3 ദിവസം കേടുവരാണ്ട് ഇരിക്കും. അപ്പോൾ 2 ദിവസം മാക്സിമം ഞാൻ എടുത്തുള്ളൂ. 3-ാമത്തെ ദിവസം മുതൽ പുതിയതായിട്ട് തന്നെ ഒരു ഫേസ് പാക്ക് എടുക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്കിന്നിലേക്കാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്ക് എൻ്റെ കഴുത്തിലും ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ഈ ഒരു പാക്ക് മുഖത്തു നിന്ന് വാഷ് ചെയ്ത് കളയുന്നത്. ഒരു പാക്ക് ആഴ്ചയിൽ 3 ദിവസവും 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ ഇതിനൊരു റിസൾട്ട് അറിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി ടിപ്പ് പോലെ തന്നെ നല്ല ഹോം റെമഡീസായ ബ്യൂട്ടി ടിപ്സ് അവരുടെ ചാനലുണ്ട്. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ഗ്ലോ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിഫോർ യൂസും ആഫ്റ്റർ യൂസും ഞാൻ കാണിച്ചു തരാം. ഒരു സ്കിന്നിന് തന്നെ ഒരു ലൈറ്റ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വന്ന മാറ്റം ഇനി കാണാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം തന്നെ ഈ ഒരു പാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഡള്ളായിരുന്ന എൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു സ്കിൻ ടോൺ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്കിൻ ടോണിലേക്കാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ 7 ദിവസം കൊണ്ട് സ്കിൻ ടോൺ തന്നെ ഒരു ചേഞ്ചൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ തോന്നിയായിരുന്നു. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്കിൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് കറക്റ്റ് 7 ദിവസം യൂസ് ചെയ്തു.
ഏത് പാക്ക് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ ഒരു കളർ ചേഞ്ച് കിട്ടും, ഒരു ബ്രൈറ്റ്നസ് കിട്ടും. അത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിന് ഒത്തിരി ഡള്ളായിട്ടിരുന്നതാണ്. അപ്പോൾ സ്കിൻ തന്നെ നല്ല ഫ്രഷ് ഗ്ലോ ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കറുത്തൊരു പാടുകളൊക്കെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആ ഒരു ഗ്ലോ നിലനിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു ഗ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് യൂസ് ചെയ്തിട്ട് എന്താ റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.